പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നീ 3 തൂണുകളിൽ അധിഷ്ഠിതമായ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതങ്ങളെ ഇന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ നോമ്പിന്റെ 39-ാം ദിനമായ ഇന്ന് നാം വിശുദ്ധ വാരത്തിലെ 3-ാം ദിനത്തിലേക്കും സ്പൈ വെനസ്ഡേ എന്നറിയപ്പെടുന്ന ബുധനാഴ്ചയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. വെറും 30 വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ച ഈ ദിനം, ഈ ബുധനാഴ്ച, വെള്ളി നാണയങ്ങളും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തെ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ലൗകിക നേട്ടങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി നാം പലപ്പോഴും നമ്മുടെ ആത്മീയ മൂല്യങ്ങളെ പണയം വയ്ക്കാറില്ലേ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 15-ാം വാക്യത്തിൽ പുറബാഹ്യമായ നേട്ടങ്ങൾക്കായി ആത്മാവിനെ വിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടി ദൈവത്തിലേക്ക് തിരിയേണ്ട സമയമാണ് ഇത് എന്നുള്ള ആഹ്വാനം നാം വായിച്ചു കാണുന്നു. ഹൃദയത്തിൽ വഞ്ചനയും ലോകമോഹവും പേറുന്നവർക്ക് ഈ ദിനം, ഈ സ്പൈ വെനസ്ഡേ, ഒരു വലിയ താക്കീതും കൂടിയാണ്. കത്തോലിക്ക സഭയുടെ ആരാധന ക്രമം അനുസരിച്ചുള്ള നമ്മുടെ 40 ദിവസത്തെ ഉപവാസം നാളെ ഔദ്യോഗികമായി അവസാനിക്കുമെങ്കിലും വിശുദ്ധ വെള്ളിയാഴ്ചയിലൂടെ കടന്ന് ഈസ്റ്റർ വരെ നാം നമ്മുടെ ഉപവാസം തുടരുന്നു. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ വഴിയിലൂടെയാണോ, അതോ അവനോടൊപ്പം, കർത്താവിനോടൊപ്പം സഹനങ്ങളിൽ പങ്കുചേരുന്ന ശിഷ്യന്മാരുടെ വഴിയിലൂടെയാണോ നാം ചരിക്കുന്നതെന്ന് ഇന്നേ ദിവസം നമുക്ക് വിചിന്തനം ചെയ്യാം. വെള്ളി നാണയങ്ങളുടെ തിളക്കം നമ്മുടെ ആത്മാവിന്റെ പ്രകാശത്തെ കെടുത്താതിരിക്കാൻ ജാഗ്രത പാലിക്കണം. പ്രിയ സഹോദര സഹോദരി, പാപത്തിന്റെ ഇരുളിൽ നിന്ന് ഉയർപ്പിന്റെ വെളിച്ചത്തിലേക്ക് നാം ഓരോരുത്തരും നടന്ന് അടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും ദൈവസമക്ഷം ഏറ്റുപറഞ്ഞ് ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് പുതുക്കപ്പെടാം. സർവശക്തനായ ദൈവം നിങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.